ഇനി നമുക്ക് ഇപ്പോൾ അടിയന്തരമായി നിയമസഭയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 2017 സർ ലൈഫ് പട്ടിക സർ 2 തരം ഗുണഭോക്താക്കളാണ് സർ ഉണ്ടായിരുന്നത്. സർ അതിലെന്തായാലും സർ മുൻ വർഷങ്ങളിൽ പഞ്ചായത്ത് സർ സർക്കാർ വകുപ്പുകൾ വഴി ആനുകൂല്യം നൽകപ്പെട്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവർ പണ്ട് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് 7000 6000 വീട് കൊടുത്തിരുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 5 കൊല്ലം കൊണ്ട് 35,000 വീട് കൊടുക്കായിരുന്നു. മന്ത്രിനെ പറഞ്ഞു പട്ടികജാതിക്കാർക്ക് 22,000 ആൾക്കേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ 5 കൊല്ലം കൊണ്ട് എവിടെ നിങ്ങൾ കൊടുത്ത് അവിടെ പോയി? പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ പട്ടികവർഗക്കാർക്ക് മന്ത്രിനെ പറയുന്നു 2800 ആൾക്കാരുടെ വീട് പൂർത്തീകരിച്ച് എത്ര എണ്ണം? 24,000 വരണം. എവിടെ പോയി പാപ്പ? ആ ഫണ്ട് എവിടെ പോയി? ഇനി സാർ അതിലേക്ക് ഞാൻ വരാം. പിന്നെ രണ്ടാമത് തങ്ങൾ പറഞ്ഞത് ഭവനരഹിതരായി കണ്ടെത്തിയ പുതിയ ആളുകൾ 1ാം ഫേസിൽ പൂർത്തിയാക്കാത്ത ഭവനങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമായിരുന്നു നിങ്ങൾ അനുമതി. അങ്ങനെ ആകുമ്പോൾ സാർ ഈ 54,122 വീട് നിങ്ങൾ 1ാം ഫേസിൽ പറയുന്നു. അതിൽ 52,455 പൂർത്തിയായി എന്ന് നിങ്ങളുടെ വെബ്സൈറ്റിൽ പറയുന്നു. സാർ 2ാം ഫേസിൽ ഭൂമി ഇല്ലാത്ത 1,77,972 പേരെ കണ്ടെത്തി. പിന്നെ രേഖ പരിശോധന നടത്തിയിട്ട് അന്തിമമായിട്ട് നിങ്ങൾ 2017 ലിസ്റ്റിൽ 1,01,124 ആള് തിരഞ്ഞെടുത്തു. ഇതിന് സാർ എത്ര പൈസ കൊടുത്തു? സാർ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഭൂമി ഇല്ലാത്ത ഭവനരഹിതർ 1,01,769. എനിക്ക് മന്ത്രി നിങ്ങൾ തന്നൊരു മറുപടി ഉണ്ട്. 1-ാം തീയതി 9,146 ആളുകളാണ് 1,35,860 ഉള്ളൂ. നിങ്ങൾ കേൾക്കണം. നിങ്ങൾ തന്ന കണക്കാണ്. 1 എനിക്ക് തന്ന കണക്കാണ്. അത് മാത്രമാണോ സാർ? അതിൽ എത്ര ആളെ വീട് നിർമ്മിച്ചത്? ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളിങ്ങനെ ഓരോ റിപ്പോർട്ട് കൊടുക്കുമല്ലോ. CM നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെ ഈ ലൈഫോടെ കൊണ്ടുവന്നത്. അതിന് 4,928 ആൾക്കാരെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂ. പിന്നെ എവിടെയാണ് സാർ? പിന്നെ നിങ്ങൾ തന്നെ പറയുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് 163 പേർക്ക് ഭവന സമുച്ചയത്തിൽ പാർപ്പിടം നടത്തിയെന്ന് തദ്ദേശം 2023 തദ്ദേശ വകുപ്പിന്റെ ഡയറിയിൽ പേജ് 102 നിങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങളുടെ പൈസ കൊടുത്ത് ത്രിതല പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം രൂപ ആയിരുന്നു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. മുമ്പ് നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ 996 പഞ്ചായത്ത് ജനകീയാസൂത്രണം വന്ന മുതൽ പഞ്ചായത്ത് ഗ്രാമസഭ കൂടി അപേക്ഷ വിളിച്ച് അത് പരിഹരിച്ച് അവിടെ കൊടുത്തിരുന്നു. നിങ്ങൾ വന്നപ്പോൾ അത് റേറ്റ് കൂട്ടാൻ വെച്ചു. കൂട്ടിക്കോട്ടെ. അന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മറുപടിയിൽ ഒരു ഫിനാൻസ് കമ്പനി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഉണ്ടാക്കിയില്ലല്ലോ. അന്ന് നമ്മൾ പറഞ്ഞു ഇത് സഹകരണ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുമായിട്ടോ ബന്ധപ്പെട്ട് ആ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ വിളിച്ച് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഗ്യാരണ്ടി സർക്കാർ കൊടുത്ത് അങ്ങനെ അത് നടക്കട്ടെയാണ്. നിങ്ങളെന്ത് ചെയ്തു? ഇത് സെൻട്രലൈസ് ചെയ്തു. ആ പഞ്ചായത്തുകൾക്ക് അധികാരം ഉണ്ടായില്ല. പിന്നെ എങ്ങനെ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഗ്രാമസഭ കൂടി അംഗീകരിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരുപാട് മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡത്തിൽ ഉൾക്കൊണ്ട് കണ്ടേ ഗ്രാമസഭക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ മാനദണ്ഡങ്ങൾ വായിച്ചു നോക്കിക്കണോ സാർ? ഞാൻ ഒന്ന് പറയാം. ഞാൻ ഫേസ് 2 87,495 വീട് വന്നു. അതാണ് ഭൂമി ഉള്ളവർക്ക്. ഭൂമി ഇല്ലാതെ വീടുണ്ടാക്കിയ ഫേസ് 3 4,928. സാർ PMI പണ്ട് ഇന്ദിരാ ആവാസ് യോജന ആയിരുന്നു. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന. അതിലാണ് 70,454 വീട് കൊടുത്തത്. PMAY ഗ്രാമീണം അതിലാണ് 19,171 കൊടുത്തത്. SC വകുപ്പ് വഴി 22,605, ST വകുപ്പ് വഴി 2,898, ഫിഷറീസ് വകുപ്പ് മന്ത്രി കണക്കില്ല 4,718, ന്യൂനപക്ഷക്ഷേമ വകുപ്പ് 2,363. അഡീഷണൽ ലിസ്റ്റിൽപ്പെട്ട എത്ര കൊടുത്തത് മിസ്റ്റർ? 1,883. ഈ 5 വർഷം കൊണ്ട് എത്ര വീടാ പൂർത്തീകരിച്ചത്? 2,79,131 നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ 52,455 വീട് പഴയ 10-12 കൊല്ലമായിട്ട് പൂർത്തീകരിക്കാത്ത വീടിന്റെ കണക്കാണ് നിങ്ങൾ ചേർത്തിയത്. സർ അത് കഴിഞ്ഞു. സർ അവിടെ വെച്ചിട്ട് സർ ആ ലിസ്റ്റ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 2020 എന്ത് ചെയ്തു? പുതിയ അപേക്ഷ വിളിച്ചു. 2020 നിങ്ങൾ അപേക്ഷ വിളിച്ചിട്ട് നീണ്ട 2 കൊല്ലാണ് കേരളത്തിലെ ആ ലിസ്റ്റിന് ഒരു ഫൈനൽ ലിസ്റ്റ് ആക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2020 അപേക്ഷ വിളിച്ചിട്ട് 2022 ആഗസ്റ്റ് 31 തീയതി ആണ് നിങ്ങൾ ആ ലിസ്റ്റ് ഫൈനൽ ചെയ്യുന്നത്. ആ ലിസ്റ്റ് എന്താണ് ഫാസ്റ്റ്? അതിവേഗല്ലേ? അതിൽ ആകെ അപേക്ഷ 9,20,260. അർഹരായ ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തിയത് 5,61,033, 64%. ഇതിൽ ഭൂമിയുള്ള അപേക്ഷകൾ
6,41,652. അതിന് നിങ്ങൾ അർഹരായ ആളുകളെ കണ്ടെത്തിയത് 3,65,776. ഭൂമിയില്ലാത്ത ആളുകൾ അപേക്ഷ കൊടുത്തത് 2,78,608. അതിന് നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം അർഹരെ കണ്ടെത്തിയത് 1,95,257. സർ, എങ്ങനെ സർ ഈ മാനദണ്ഡം വെച്ചിട്ട് കൊടുക്കാൻ കഴിയാം? സർ, ഞാനൊരു ഈ മാനദണ്ഡത്തിന് പരിപാടിച്ചു. സർ, അനാദർ നിങ്ങളെ മാനദണ്ഡത്തിൽ വന്നില്ലല്ലോ. നിങ്ങൾ നിയമസഭയിൽ പി കെ ബഷീർ സംസാരിക്കുകയാണ്. 5 വർഷം കൊണ്ട് 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് നൽകുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി പരാജയം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.